യൂറോപ്യൻ റിനൈസൻസിൻ്റെ കലയുടെയും സംസ്കാരത്തിൻ്റെ എല്ലാം റിനൈസൻസിൻ്റെ തലസ്ഥാനം എന്ന നിലയിൽ പ്രശസ്തമാണല്ലോ ഫ്ലോറൻസ്. അപ്പോൾ അവിടെ ലെതർ, അതുപോലെ തന്നെ പലതരത്തിലുള്ള കരകൗശല വസ്തുക്കൾ, ശില്പങ്ങൾ എന്നു വേണ്ട ആ രീതിയിലുള്ള പലതരത്തിലുള്ള സംഭവങ്ങളുടെയും ഒരു കേന്ദ്രം കൂടിയാണ്. അതുപോലെ തന്നെ ടെറാക്കോട്ട, ഇതൊക്കെ. അപ്പോൾ ഈ മാർക്കറ്റിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവൻ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഒരു മൊത്തം പന്നിക്കുട്ടനെ 8-9 മണിക്കൂർ സ്ലോ റോസ്റ്റ് ചെയ്ത് എടുത്തു വച്ചിരിക്കുന്ന ഇറ്റാലിയൻ വിഭവം പോർക്കേറ്റ. ഇവനെ അടിക്കണമെന്ന് കുറേ കാലമായി ഞാൻ വിചാരിക്കുന്നു. നേരെ സമയം കളഞ്ഞില്ല, ഇതുണ്ടാക്കുന്ന ചേച്ചിയുടെ അടുത്ത് ചെന്നു ഒരെണ്ണം ഓർഡർ ചെയ്തു. അപ്പോൾ അത് വളരെ ആ പന്നിയുടെ ഒരു വയറിൻ്റെ ആ ഭാഗത്തുനിന്ന് അവരതിനെ പതുക്കെ അരിഞ്ഞെടുത്ത് അതിനെ ഒരു ഇറ്റാലിയൻ ബ്രെഡിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങ് തന്നു. എന്താ പന്നി പലതരത്തിൽ അടിക്കണം എന്നുള്ള നമ്മുടെ ആഗ്രഹം എന്തായാലും ഇന്ന് പൂർത്തിയായി. ഇതിനകത്ത് കുറച്ചൊരു ഉപ്പ് കൂടുതലുണ്ട്, പക്ഷേ ഭയങ്കര ടേസ്റ്റാണ്. ഗാർലിക്കും റോസ്മെരിയും ഫെനലും ഒക്കെ ഇട്ട് വളരെ സ്ലോ ആയിട്ട് കുക്ക് ചെയ്തെടുക്കുന്ന ഇറ്റലിക്കാരുടെ ഒരു അഭിമാന വിഭവമാണിത്. ഇത് ഇറ്റലിയുടെ പല മേഖലകളിൽ, നമ്മളിപ്പോൾ നിൽക്കുന്ന ടസ്കനി റീജിയനിലാണ്. അപ്പോൾ അതേപോലെ പല റീജിയനുകൾ ചെറിയ ചെറിയ വ്യത്യാസത്തിൽ ഇത് ഉണ്ടാക്കുന്നുണ്ട്. 1-2 സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും ചില സാധനങ്ങൾ ഇത് വയറിനകത്ത് ഇടുകയൊക്കെ ചെയ്തിട്ട്, ഏതെങ്കിലും ബോൺ എടുത്ത് കളഞ്ഞിട്ട് ഇതിൻ്റെ ഫാറ്റ് അടക്കമുള്ള സാധനങ്ങൾ സ്ലോ കുക്ക് ചെയ്ത് എടുക്കുമ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് അത് നമുക്ക് തിന്നു തന്നെ അതറിയണം. എന്തായാലും ഇറ്റലിയിലെ മറ്റ് വിഭവങ്ങൾ, ഇനിയുള്ള കാട്ടുപന്നിയൊക്കെ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട്. എല്ലാവരെയും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം.